നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഈ രണ്ടുപേരുടെ ആ ഒരു വിടവിലേക്ക് അവിടേക്ക് ആര് കയറിയിരിക്കും എന്നതിനപ്പുറത്തേക്ക് ഈ നിലപാടുകൾ എങ്ങനെയാകും എന്നുള്ളത് കൂടിയാണ് ലോകം ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം ഇറാനെ സൗദിയുമായിട്ടൊക്കെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന ആളാണ് റെയ്സി. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ആകട്ടെ ഇറാൻ നിലപാടുകളുടെയൊക്കെ വക്താവായി അയൽ രാജ്യങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരാളാണ്. അപ്പം മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധവും ഈ പ്രശ്നങ്ങൾ തീർക്കാനുള്ള ഇടപെടലും ഒക്കെ കൊണ്ട് ആരായിരിക്കും ഇനി എന്ത് നിലപാടായിരിക്കും രാജ്യം സ്വീകരിക്കാൻ പോകുക എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷ സ്വാഭാവികമായിട്ടും മറ്റ് ലോകരാജ്യങ്ങൾക്കുണ്ടാകും. അതിൽ എങ്ങനെയായിരിക്കും ഇറാന്റെ ഒരു വേഗത ഇല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്ന ആ ഒരു പീരീഡ് എങ്ങനെയായിരിക്കും? അതിൻ്റെ തീർച്ചയായിട്ടും ഇതിൽ വ്യക്തികൾ എന്നത് തികച്ചും അപ്രസക്തമാണ്. ഇറാനിയൻ ഭരണഘടന പ്രകാരം അല്ലെങ്കിൽ ഇറാനിൻ്റെ ഇതുവരെ പുലർത്തി വന്നിരിക്കുന്ന അതിൻ്റെ നയതന്ത്ര നീക്കങ്ങൾ വെച്ച് നോക്കുമ്പോൾ വ്യക്തികൾക്ക് കുറെ കൂടി ഈ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിൽ വലിയ പങ്ക് അവർക്ക് വഹിക്കാൻ സാധിക്കും. പക്ഷേ നിലപാടുകൾ എന്നത് വിദേശകാര്യ നയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു അടിത്തറ രൂപപ്പെടുത്തിയ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രസിഡന്റ് ഇബ്രാഹിം റയീസിയും അതോടൊപ്പം തന്നെ അമീർ അബ്ദുല്ലാഹിയാനും വിടവാങ്ങിയെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ അവരുടെ സംസ്കാരം നടക്കുന്നതിന് മുമ്പ് തന്നെ ഭരണഘടന പ്രകാരം ഒരു വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന മുഹമ്മദ് മെഹ്ബറിനെ പ്രസിഡന്റ് തലത്തിലേക്ക് താൽക്കാലികമായിട്ട് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി 50 നാളുകൾക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വരും. അപ്പോൾ ആ ക്രമങ്ങൾ മുന്നോട്ട് പോകുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ സമീപനങ്ങളിൽ അതോടൊപ്പം തന്നെ വിദേശകാര്യ നയ നിലപാടുകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെന്നതാണ് പ്രധാനം. പക്ഷേ ഗൾഫ് മേഖലയും അതോടൊപ്പം തന്നെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന പുതിയ നയതന്ത്ര ബന്ധങ്ങൾ അതിൽ ഉലച്ചിലുണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമായിരിക്കും. കാരണം നിലവിലുള്ള സാഹചര്യത്തിൽ വലിയ ഉപരോധം നേരിടുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യങ്ങളുടെ ഒരു പിന്തുണ പുതുതായി ലഭിച്ചിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ടായി മാറുന്നത്. അതുമാത്രമല്ല കേവലമായിട്ടുള്ള വംശീയ താല്പര്യങ്ങളുടെ അത്തരം രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രായോഗികമായിട്ടുള്ള തിരിച്ചടികൾ പലതും ഉണ്ടാകുമെന്ന തിരിച്ചറിവ് കൂടി ഇറാനിയൻ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം കുറെ കൂടി ഊഷ്മളമാക്കാൻ ഊട്ടിയുറപ്പിക്കാൻ മറ്റ് താല്പര്യങ്ങളെ മാറ്റിവെക്കാൻ അവർക്ക് സാധിക്കുന്നത്. അതേസമയം മേഖലയിൽ തങ്ങളുടെ പ്രോക്സികളെ വളർത്തിയെടുക്കുന്നതിൽ അമേരിക്കക്കും ഇസ്രായേലിനുമെതിരെ ശക്തമായിട്ടുള്ള ഒരു സൈനിക നിര രൂപപ്പെടുത്തുന്നതിൽ അത് കേവലം ഇറാന്റെ ഉള്ളിൽ മാത്രമല്ല യമനിലും സിറിയയിലും ഇറാഖിലും ലബനാനിലും ഒക്കെ തന്നെ തങ്ങളുടേതായിട്ടുള്ള പ്രോക്സികളെ വളരെ ശക്തമായിട്ട് തന്നെ നിലയുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അയൽ രാജ്യങ്ങളായിട്ടുള്ള ഗൾഫുമായിട്ട് ഏറ്റവും നല്ല അടുപ്പം ഏറ്റവും നല്ല ഊഷ്മളമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടും പുതുതായിട്ട് വരുന്ന ഞാൻ ഈ പ്രതികരണങ്ങൾ ഇന്ന് പല പ്രതികരണങ്ങളും വിഷയമായിട്ട് വന്നതിൽ ശ്രദ്ധിച്ചൊരു പ്രതികരണം മരണം സ്ഥിരീകരിച്ച സമയത്ത് ഇസ്രായേലി ഉദ്യോഗസ്ഥ പ്രമുഖന്റെ ഒരു പ്രതികരണമായിരുന്നു. ലോകം ഇനി കുറെ കൂടി സമാധാനപൂർണ്ണമാവും എന്നായിരുന്നു അദ്ദേഹം കുറിച്ചിരുന്നത്. ഒരു സ്വാഭാവിക പ്രതികരണമായിട്ട് അതിനെ കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ ഗസയിലെ ഫലസ്തീനി ചെറുത്തുനിൽപ്പിന് ഏറ്റവും ശക്തമായി പിന്തുണ നൽകി പോകുന്ന ഒരു രാജ്യം അത് പ്രതിസന്ധി മുഖത്ത് നിൽക്കുമ്പോഴുള്ളൊരു ഒരു പ്രതികരണമായി മാത്രം അതിനെ കാണാൻ സാധിക്കുമോ? ഇറാനിൽ നിരവധി ആക്രമണമൊക്കെ നടത്തിയ പാരമ്പര്യമുള്ള ആളുകളാണല്ലോ ഇസ്രായേൽ. തീർച്ചയായിട്ടും തന്നെയാണ്. കാരണം നേരത്തെ മുതൽ തന്നെ ഇപ്പോൾ ഇന്നലെ ഈ അപകട വാർത്ത വന്ന ഉടൻ തന്നെ ഇസ്രായേലിൻ്റെതായിട്ടുള്ള പ്രതികരണം ഔദ്യോഗികമായ ടെലിവിഷൻ ചാനലുകളിൽ വന്നത് തങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നതാണ്. ഒരു അപകടം നടന്ന ഉടൻ തന്നെ ഇസ്രായേൽ നടത്തിയ ഒരു പ്രതികരണം ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് എല്ലാ ടെലിവിഷൻ ചാനലുകളിലും വന്നത് തങ്ങൾക്കിതിൽ പങ്കില്ല എന്നാണ്. ഒരുപക്ഷെ അല്പം മുമ്പ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോർഡ് ഓസ്റ്റിൻ്റെ പ്രസ്താവനയും അതുമായി ബന്ധപ്പെട്ട് തന്നെ വന്നിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, ഒരു നിലക്കുള്ള ഒരു പങ്കും തങ്ങൾക്കില്ല എന്ന് അമേരിക്കയും വ്യക്തമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഇതൊക്കെയും ഈ അപകടത്തിൻ്റെ സ്വഭാവവും അതോടൊപ്പം തന്നെ ഈ ഫോറൻസിക് റിപ്പോർട്ടുകളും ഈ ഹെലികോപ്റ്ററിൻ്റെ പൂർണ്ണമായിട്ടുള്ള മറ്റ് വിശദാംശങ്ങളും പുറത്തു വന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായിട്ടുള്ള ചിത്രം രംഗത്ത് വരൂ. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു ശത്രു പ്രധാനമായിട്ടും ഈ ഹമാസിന് പൂർണ്ണമായിട്ടും ചുവപ്പ് പരവതാനി വിധിച്ചുകൊണ്ട് ഇറാനിലേക്ക് സ്വീകരിക്കുകയും ഹമാസ് നേതാക്കൾക്ക് ചർച്ചകൾക്ക് അവസരമൊരുക്കുന്നു, ഹമാസ് നേതാക്കളെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്നു, അവർക്ക് സൈനികമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്നു എന്നത് ആരോപണങ്ങളൊക്കെ ഇസ്രായേൽ നേരത്തെ തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഖാസിം സുലൈമാനിയുടെ വധം അമേരിക്ക കൂടി ഉൾപ്പെട്ടുകൊണ്ട് ഇറാഖിൽ നടക്കുന്നു. ഏതാണ്ട് 1/2 ഡസനിലധികം ആണവ സയന്റിസ്റ്റുകളെ ദുരൂഹ സാഹചര്യത്തിൽ ഇറാനിൽ തന്നെ വെച്ച് കൊലപ്പെടുത്തുന്നു. അപ്പോൾ ഏജന്റുമാരെ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും നിലക്കുള്ള അട്ടിമറി നടന്നോ, ഈ വിമാനത്തിന് ഏതെങ്കിലും സാങ്കേതിക തകരാറുകൾ വരുത്താൻ ആസൂത്രിതമായിട്ടുള്ള വല്ല നീക്കവും നടന്നോ, അതോടൊപ്പം തന്നെ അസർബൈജാനിന്
ഇസ്രായേലും തമ്മിലുള്ള വളരെ ഈടുറ്റൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തെ ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേൽ ദുരുപയോഗം ചെയ്തോ എന്നതുൾപ്പെടെയുള്ള നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ ആ ചോദ്യങ്ങളിലേക്ക് ഇപ്പോൾ ഇറാനിയൻ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും വന്നിട്ടില്ല. ഇപ്പോൾ തങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ മരിച്ചവരുടെ ഇബ്രാഹിം റയീസിയുടെയും അബ്ദുല്ലാഹിയൻ്റെയും മറ്റും സംസ്കാര ചടങ്ങുകൾക്കാണ്. അത് കഴിഞ്ഞാൽ ഉടൻ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ വരും. റഷ്യ പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തുർക്കിയും ഈ സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള കുറ്റമറ്റ ഒരു അന്വേഷണത്തിലൂടെ ഏതെങ്കിലും അർത്ഥത്തിൽ ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ട് എന്ന് തെളിയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രിയപ്പെട്ട നേതാക്കൾ 9 പേരാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അത് ആ തകർച്ചയും തളർച്ചയും സ്വാഭാവികമായിട്ടും കുറെ കൂടി ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ഇറാനെ പ്രേരിപ്പിക്കും. പക്ഷേ അതിനൊക്കെയും എല്ലാവരും കാത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരണമെന്നാണ്. എല്ലാ ഈ അപകടം നടന്ന പ്രദേശത്തു നിന്നുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചിത്രം വ്യക്തമാവുന്നത് ഒരുപക്ഷെ 1-2 ദിവസങ്ങൾക്ക് പിന്നിട്ടുകൊണ്ടായിരിക്കും. ധന്യ. നന്ദി എം സേനാസർ.